ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന വഴുതനങ്ങ കൊണ്ട് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. തോട്ടിൽ തുണിയൊക്കെ അലക്കാൻ ഈസി ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. വെള്ളം ബക്കറ്റിൽ എടുത്തിട്ടൊന്നും ക്ഷീണിക്കേണ്ടത്, പെട്ടെന്നാവും കേട്ടോ. മീനുകൾ കണ്ടോ, കേട്ടോ. നല്ല പാമ്പുകളുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല വിഷമുള്ള പാമ്പുകളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടാവും കേട്ടോ. ഇതാട്ടോ വഴുതനങ്ങ കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഗ്യാസിൽ വേണം വഴുതനങ്ങ ചുട്ടിയെടുക്കാനായിട്ട്. ഇനി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതാക്കിയിട്ട് സിമ്മിൽ ഇട്ട് കൊടുത്തിട്ട്. അടുപ്പ് തീയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ആവുമ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ, എങ്കിൽ മാത്രമേ അത് വേവുള്ളൂ. കുറച്ച് വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയും കൂടി വേവാണ്ട് കേട്ടോ. ഏകദേശം ആവാറായിട്ടുണ്ട്. കുറച്ചുകൂടെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. അടുപ്പത്ത് കത്തിക്കാൻ പറ്റുക, അവിടെ പുറത്ത് മഴ ആയതുകൊണ്ടാണ് അടുപ്പത്ത് വെക്കാൻ പറ്റാത്തത്. അടുപ്പിലാണ് ചുട്ടെടുക്കാൻ ടേസ്റ്റിയും വളരെ ഈസിയും കേട്ടോ. ഇതൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കഴിക്കുമ്പോൾ. എനിക്കിത് ഏകദേശം ആയിന്ന് തോന്നുന്നു. മതി കേട്ടോ, അത് എടുക്കാം കേട്ടോ. ആയി ഏകദേശം. പിന്നെ തേങ്ങ അതേപോലെ ചുട്ടെടുക്കാം കേട്ടോ. എൻ്റെ കൈ പോയി ചൂട്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. കൈ പൊള്ളുണ്ടോ നോക്കണേ. ഇതായിട്ടോ, അപ്പം നന്നായിട്ട് വെന്തിട്ട് മണമൊക്കെ വരുന്നുണ്ട്. ഇത്തിരി കലേശം കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. മതി, എടുക്കാം. കൈ പൊള്ളണം കേട്ടോ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം ഓയിൽ ഒഴിക്കണം. ഒഴിച്ചു. എരിവിന് ആവശ്യമായ പച്ചമുളക് ലേശം ഇട്ട് കൊടുക്കണം. പൊട്ടിത്തെറിക്കും ഇടയ്ക്ക് നോക്കാം. കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് പച്ചയ്ക്ക് അരയ്ക്കുക ചെയ്യാം, പക്ഷെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെ നമ്മൾ വഴറ്റണ പോലെ. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യണത്. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ അതിനൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ചുട്ടെടുക്കണതിനൊരു ടേസ്റ്റാണ്, ഈ വഴറ്റിയെടുക്കുന്നതിനൊരു ടേസ്റ്റാണ്. ലേശം പുളി വേണം കേട്ടോ, വാളൻ പുളി. മതിയാവും, ഓഫ് ചെയ്യാം. ഇതിൻ്റെ ആ കരിഞ്ഞ ഭാഗമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ചെറിയ ഇതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം, മിക്സിയിലിടാൻ പാകത്തിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ ചൂടാറിയ പറഞ്ഞാൽ ശേഷം അതിൻ്റെ അത് പതുക്കെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ ഭയങ്കര ചൂടുണ്ട് കേട്ടോ.
ഇതങ്ങനെ ഫുള്ളായിട്ട് എടുത്ത് മാറ്റി. എന്താ ചെറുത് 2-3 ഉണ്ടായിരുന്നു, അതിന് ഇതുപോലെ എടുത്ത് മാറ്റാം. ഇത് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇതാ അമ്മിക്കല്ലിൽ ചമ്മന്തി അരച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അതില്ലാത്തതുകൊണ്ട് തന്നെ മിക്സി എടുക്കുക, ജാറെടുക്കുക. ഇതാ ഇതൊക്കെ ഇതിലിട്ട് കൊടുക്കാം, വറുത്ത് വെച്ചതൊക്കെ. ലേശം ഉപ്പും വേണം. ഇതായിട്ട് നമ്മുടെ ചമ്മന്തി നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒന്നും പറയാനില്ല, ചോറിനത് മാത്രം മതി കേട്ടോ. പക്ഷെ അമ്മയിൽ അരയ്ക്കുവാണെങ്കിൽ ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും. എടുക്കാം, ചമ്മന്തി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അടിപൊളി കേട്ടോ.